ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ മാസഫലം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്കും ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും അവർക്ക് തുലാ ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാണ് ഫലം എന്നുള്ളതാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ 4-ന് 10-ൽ നിന്നും 11-ലേക്ക് രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ ജൂലൈ 16-ന് 9-ൽ നിന്നും 10-ലേക്ക് രാശി മാറുന്നു. ചൊവ്വ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബുധനാണെങ്കിൽ ജൂലൈ 7-ന് വക്രത്തിൽ 10-ൽ നിന്നും 9-ലേക്ക് രാശി മാറുന്നു. ആ ബുധൻ ജൂലൈ 24-ന് 9-ൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. ശനിയാണെങ്കിൽ 6-ൽ സ്ഥിതി തുടരുന്നു. ജൂലൈ 27 ആവുമ്പോൾ 6 നിൽക്കണ ശനി വക്രത്തിലാവുന്നു. രാഹു 5-ൽ, കേതു 11-ൽ സ്ഥിതി തുടരുന്നു. അപ്പോൾ ജൂലൈ മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശുക്രൻ, ബുധൻ, സൂര്യൻ ഈ 3 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റങ്ങൾ വരുന്നത്. അവസാനത്തെ വാരമാകുമ്പോൾ ബുധന് വക്രസ്ഥിതി മാറി നേർസഞ്ചാരം വരുന്നു. ശനിക്ക് വക്രസ്ഥിതി വരികയും ചെയ്യുന്നു. ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. അപ്പോൾ ജൂലൈ മാസത്തെ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് അഷ്ടമരാശിയിൽ ചൊവ്വ നിൽക്കുന്ന സമയമാണ്. 5-ൽ രാഹു ഉണ്ട്. 5-ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ 6-ൽ സഞ്ചരിക്കുന്നു. അതുപോലെ 3-ൽ ശനിയുടെയും അതുപോലെ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ ചിലർക്ക് അഷ്ടമരാശിയിലൊക്കെ ചൊവ്വ നിൽക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ദൂരയാത്രകളിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ 3-ലും ആ ചൊവ്വയുടെയും ശനിയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. ചിലർക്ക് ചിലപ്പോൾ ഈ ത്രോട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ട്രബിള്, അതുപോലെ ഈ ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ പൊതുവേ ഈ 2-ലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയം കൂടെ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുപോലെ ജൂലൈ 16 മുതൽ സൂര്യനും 10-ലേക്ക് വരികയാണ്. അപ്പോൾ ആ രവി അതുപോലെ ഗുരു യോഗം 10-ൽ വരുന്നു. 2 നല്ല ഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് സൂര്യനൊക്കെ അവിടെ ദിഗ്ബലമുള്ള സമയവും കൂടെയാണ്. അപ്പം തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മാസമായിട്ട് ജൂലൈ മാസത്തെ കാണാം. ആദ്യ പകുതിയേക്കാൾ ഗുണാനുഭവം അവസാനത്തെ പകുതിയാണ് എന്ന് മനസ്സിലാക്കുക. സൂര്യന് ദിഗ്ബലം വരുന്ന സമയമാണ്. അതുപോലെ സൂര്യനും ഗുരു ഉച്ചസ്ഥിതനാണ്. സൂര്യനും ഗുരുവുമായിട്ട് യോഗം 10-ൽ വരുന്നു. അതൊക്കെ തൊഴിലിൽ നമുക്ക് ഉയർന്ന അധികാരം, അതുപോലെ ഈ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് തൊഴിലിടത്ത് നമ്മൾ ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരാൻ സാധ്യതയുള്ള സമയം കൂടെയാണ്. ഇപ്പോൾ സേവനങ്ങൾക്കൊക്കെ പൊതുവേ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്കൊക്കെ നമുക്ക് അംഗീകാരം കിട്ടാവുന്ന സമയമാണ്. പൊതുവേ നമുക്ക് ഉയർന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. തൊഴിലിടത്ത് എന്തെങ്കിലും ട്രബിൾസ് ഉണ്ടെങ്കിൽ ആ ട്രബിൾസൊക്കെ പരിഹരിക്കാവുന്ന സമയം കൂടെയാണ്. തൊഴിൽ അന്വേഷകർക്കും പൊതുവെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പം ഗുണാനുഭവം കൂടുന്ന സമയം കൂടെയാണ്. അപ്പോൾ ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ടെസ്റ്റിൽ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ 11-ലാണ് വരുന്നത്. അഭീഷ്ടസിദ്ധിയുടെ സ്ഥാനത്താണ് അഭീഷ്ടസിദ്ധി. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാവുന്ന സ്ഥലത്താണ് ആ ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ വരുന്നത്. അത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ബുധനൊക്കെ വക്രത്തിലായതുകൊണ്ട് ആദ്യത്തെ 3 വാരം പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള
വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അല്പം ഒരു കെയർ വേണം. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ വിസ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു ഒരു കാലതാമസം വന്നു വരാം. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റുകൾ, യാത്രാ സംബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലൊക്കെ എന്തെങ്കിലും എറർ വരാനൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിദേശ യാത്രകൾക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിൽ വന്ന കാലതാമസമൊക്കെ മാറി ബുധനൊക്കെ നേർസഞ്ചാരത്തിൽ വരികയാണ്. ഭാഗ്യസ്ഥാനത്ത് 9 12 ഭാവാധിപനും കൂടിയാണ് ബുധൻ. അതൊക്കെ നമുക്ക് വിദേശത്ത് നിന്ന് ചില ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ചില മിസ്കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ കഴിവതും ഈ ബുധനൊക്കെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് അവസാനത്തെ വാരം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് ബിസിനസ്സിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതിനാൽ അവിടെ ഒരു കെയർ വേണം. അതുപോലെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടുള്ള ഒരു നഷ്ടമൊക്കെ ചിലപ്പോൾ ബിസിനസ്സിൽ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുക്കുക. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെ ഗതിയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കറക്റ്റായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. സ്ട്രാറ്റജി, നമ്മുടെ ബിസിനസ് പ്ലാന് ഒക്കെ ചെയ്യുന്നവർക്ക് അവസാനത്തെ വാരം അനുകൂല സമയമാണ്. വിദേശ വിപണനം നടത്തുന്നവർക്കും ആദ്യത്തെ 3 വാരം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണം ഉണ്ടാകണമെന്നില്ല. അവസാനത്തെ വാരമാകുമ്പോൾ സഡൻ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്കതിൽ പ്രതീക്ഷിക്കാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനും കൂടിയാണ് ബുധൻ. ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ ബുധൻ 9ാം ഭാവാധിപനുമാണ്, അതുപോലെ 12ാം ഭാവാധിപനുമാണ്. അപ്പോൾ 23 വരെ ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. 5ലാണെങ്കിൽ രാഹു നിൽക്കുന്ന സമയമാണ്. 4 മുതൽ ശുക്രന് രാശിമാറ്റം വരുന്നു. 5ലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നു. അപ്പോൾ പൊതുവേ ഒരു മാനസികമായിട്ടുള്ളൊരു ചഞ്ചലാട്ടം വിദ്യാർത്ഥിയുടെ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാകാം. കൺഫ്യൂഷൻ, പഠനത്തിൽ നിന്ന് ചിലപ്പോൾ പഠനത്തിൽ ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ വേണം. അപ്പോൾ 4 മുതൽ ശുക്രനും 5ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ പഠനത്തിൽ ഫോക്കസ് കുറയാനും മറ്റ് ചിന്തകളിലേക്കൊക്കെ മനസ്സ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ ചിലർ ഇപ്പോൾ ക്യാമ്പസിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പഠനത്തിൽ ഫോക്കസ് കുറയാനിടയുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ പഠനത്തിൽ പ്രയാസങ്ങളില്ല. മാത്രമല്ല ആദ്യത്തെ 3 വാരം ആ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിലും കൂടെ സഞ്ചരിക്കുകയാണ്. ആ ബുധൻ 9ാം ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കെയർ വേണം. അവരുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ട്, പിതാവുമായിട്ട് അവരൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒക്കെ വളരെ കെയർ വേണം. കഴിവതും അതുപോലെ തന്നെ ചിലപ്പോൾ ഈ 9ാം ഭാവത്തിൽ നിൽക്കുന്ന 9ാം ഭാവാധിപൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയ ഒരു ഡിലേ ആദ്യത്തെ ഒരു 2-3 വാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിയുമ്പോൾ ബുധൻ നേർസഞ്ചാരത്തിലാകുന്നു. ആ ഡിലേ ഒക്കെ മാറി നമ്മുടെ ആഗ്രഹമൊക്കെ സാധ്യമാകും. അതുപോലെ വിദേശത്ത് പഠനം നടത്തുന്നവർക്കും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചില ഡിലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവലോകനം ചെയ്ത് പോകേണ്ടുന്ന സമയമാണ്. ഇവയൊക്കെ പഠനത്തിൽ ചിലപ്പോൾ ഒരു മെല്ലെ പോക്കുണ്ടാകാം ആദ്യത്തെ 3 വാരം. അത് കഴിയുമ്പോൾ നമുക്ക് സ്ഥിതിയിലൊക്കെ സഡൻ മാറ്റങ്ങൾ വരും. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ശുക്രൻ 4-ന് 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അത് നേട്ടത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ പൊതുവെ 11ാം ഭാവാധിപൻ ആദ്യ പകുതി 11ന്റെ 11ലാണ് നിൽക്കുന്നത്. 11ാം ഭാവാധിപൻ സൂര്യൻ. ആ സൂര്യൻ 11ന്റെ 11 നിൽക്കുകയാണ് 15 വരെ ആദ്യ പകുതി. അപ്പോൾ പൊതുവെ നമുക്ക് ഭാഗ്യസ്ഥാനത്താണ് ആ സൂര്യൻ നിൽക്കുന്നത്. അപ്പം പൊതുവെ നമുക്ക് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം
ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുകയാണെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ധനകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി രണ്ടിലുള്ള സമയമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ 11-ലൊക്കെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രനൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വഴി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകാം. അപ്പോൾ അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുവഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ചിലർക്ക് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. ഈ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അത് ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നമുക്ക് ഈ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവ് കുടുംബത്തിൽ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ 7-ാം ഭാവാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ ശനി ഈ 7-ാം ഭാവാധിപനായ ചൊവ്വയെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. ഇപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ കാലതാമസമോ ഒക്കെ ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാലതാമസം, വിവാഹ സംബന്ധമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഡിലേ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 5-ൽ രാഹു ഉണ്ട്. ഈ 5-ാം ഭാവരാശിയിൽ ഈ ശുക്രൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ളതാണ്. രാഹു ഭ്രമത്തിൻ്റെ ഗ്രഹമാണ്, ശുക്രനൊക്കെ ആണെങ്കിൽ കാമത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് 5-ൽ രാഹു ശുക്രൻ്റെയൊക്കെ ഒരു ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പ്രണയ ബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി 6-ൽ നിൽക്കുകയാണ്. കമിതാക്കൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം, ഇപ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അവയിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. മാരിറ്റൽ റിലേഷൻഷിപ്പിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. ശനിയുടെ ദൃഷ്ടിയും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കുണ്ട് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ ശനി ചൊവ്വ ബന്ധമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അത് ദാമ്പത്യ ബന്ധത്തിൽ സുഖാനുഭവം കുറയ്ക്കാൻ ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. കഴിവതും ഈ 2-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമൊക്കെ ആയതുകൊണ്ട് സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ 3-ൽ നമ്മുടെ ഈ ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. ആ ബുധനാണെങ്കിൽ ആദ്യത്തെ 3 വാരം വക്രത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ കെയർ വേണം. അതുപോലെ തന്നെ ആദ്യത്തെ പകുതി സൂര്യൻ്റെ ദൃഷ്ടിയും ആ 3-ൽ വരുന്നുണ്ട്. അപ്പോൾ ആ 3-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്, 3-ൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, അതുപോലെ ആദ്യ പകുതി സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്, വക്രബുധനാണ് അവിടെ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ചില ഒരു കമ്മ്യൂണിക്കേഷൻ റിവ്യൂ ചെയ്യേണ്ടുന്ന സമയമാണ് എന്ന് പറയാം. അപ്പം അവിടെ ഒരു കെയർ കൊടുക്കുക. അതുപോലെ നമുക്കൊരു സംയമനമൊക്കെ പ്രത്യേകിച്ച് ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിലൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ലോവർ അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടേക്ക് ഒന്ന് കെയർ ചെയ്യുക. അതുപോലെ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് 4-ാം ഭാവാധിപനായിട്ടുള്ള ശനി 6-ൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിന്മേൽ എന്തെങ്കിലും പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അതുകൊണ്ട് അങ്ങനെയുള്ള ആ കാര്യങ്ങളിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. അല്ലെങ്കിൽ അത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് പീസിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. 2-ലും 4-ലും ഒക്കെ ഗുരുദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് വർക്ക് ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും അതൊക്കെ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. ഇപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ജൂലൈ 6, 7, 8, 11, 12, 19, 20 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക, പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും
ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് തുലാ ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ ഈ തുലാ ലഗ്നത്തിൻ്റെ ഫലം സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിപ്പോൾ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ തുലാക്കൂറിൽ പെടുന്നവരാണോ എല്ലാം തുലാ ലഗ്നക്കാരാണോ എന്നൊരു സംശയം വരാം. പക്ഷേ തുലാക്കൂറിൽ പെടുന്ന ചിലർക്ക് തുലാ ലഗ്നം വരാം. തുലാ ലഗ്നമല്ലാതെ മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികളും വരാം. അപ്പോൾ തുലാ ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുള്ള തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. അത് കാരണം നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത, കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നത്തിനാണ്. അതുകൊണ്ട് ആ ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുക. എപ്പോഴും നമ്മൾ കൂറിൻ്റെ ഫലം മാത്രം ശ്രവിച്ചാൽ പോരാ, അവരുടെ ആ കൂറിൽ പെടുന്നവർ ഏത് ലഗ്നരാശിയിൽ പെടുന്നു എന്നും കൂടെ മനസ്സിലാക്കി രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഇത് ഒരു പൊതുഫലമാണ്. അതേസമയം ഈ കൂറിൽ പെടുന്നവർക്ക്, ഈ ലഗ്നത്തിൽ പെടുന്നവർക്ക്, അവർക്ക് ജാതകത്തിൽ ഇപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു, അപകാരം നടക്കുന്നു, ഛിദ്രം നടക്കുന്നു, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പം ജാതകത്തിലെ ഗ്രഹസ്ഥിതിയാണ് ഏറ്റവും പ്രധാനം. ഇത് ഗോചര ഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രഡിക്ഷനാണ്. ഇപ്പം ജാതകത്തിൽ നമ്മൾ ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ഒക്കെ അനുകൂലമാണോ പ്രതികൂലമാണോ ഇതൊക്കെ നമ്മൾ ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.